നിമിത്തം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏതാനും ചില മിനിറ്റുകൾക്ക് ശേഷം വേഗത്തിൽ ഇന്നത്തെ ആരാധന അവസാനിക്കും. ദൈവദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങളുടെ ശുശ്രൂഷകൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും മാറ്റി നിർത്താൻ കഴിയാത്തൊരു ദൈവദാസനാണ് കഴിഞ്ഞ ദിവസം മിത്ര പ്രാപിച്ചത്. ഞങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ അവിടെ ആയിരുന്നു. ഇന്ന് ഈ ആരാധന കഴിഞ്ഞിട്ട് വേഗത്തിൽ ഞങ്ങൾ കടന്നു പോകും. അവിടുത്തെ ഫ്യൂണറലുമായുള്ള ബന്ധത്തിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടതുള്ളത് കൊണ്ടും നാളെയാണ് അതിൻ്റെ പ്രധാന ശുശ്രൂഷ എന്നൊക്കെ നിർവഹിക്കപ്പെടുന്നതെങ്കിലും ഇന്ന് ആരാധനകൾക്ക് ശേഷം ഉച്ചയ്ക്ക് കഴിഞ്ഞ് ആഫ്റ്റർനൂണിൽ ചെന്നൈയിൽ നിന്ന് പ്രധാനപ്പെട്ട ദൈവദാസന്മാർ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഫസ്റ്റ് സെക്ഷനായിട്ടുള്ള ഫ്യൂണറലിൻ്റെ സർവീസുകൾ നടക്കുന്നത് കൊണ്ട് വേഗത്തിൽ ഇന്നത്തെ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകും. നിങ്ങൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവിടുത്തെ ആലയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം തിരുവനന്തപുരം പട്ടണത്തിൽ ആരാധന ഉണ്ടായിരിക്കത്തില്ല. ഇംഗ്ലീഷ് സർവീസും മലയാളം സർവീസും ഉണ്ടായിരിക്കത്തില്ല. ഞാൻ അതുമായി അവിടെ കടന്നു വരുന്ന വ്യക്തികളെ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ ചുരുക്കം ചില മിനിറ്റുകൾ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ദൈവിക സന്ദേശത്തെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ജോനയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് നാം വായിച്ച വചനം. ഇങ്ങനെയാണ്: യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകത്തക്കവണ്ണം സമുദ്രത്തിൻ്റെ മേൽ വലിയൊരു കോളുണ്ടായി. ഇന്ന് പകൽക്കാലം ശ്രദ്ധേയമായ ഒട്ടനവധി ചിന്തകൾ ആഴത്തിൽ കിടക്കുന്നൊരു പുസ്തകമാണ് ജോനയുടെ പുസ്തകം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതവുമായിട്ടൊക്കെയും നമ്മുടെ നിയോഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി ചിന്തകൾ അതിനകത്ത് കോരിയിട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്ത ദൈവാത്മാവിൽ ഇന്ന് പകൽ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, നാം ആയിരിക്കുന്നത് 2024 അവസാന മാസത്തിലാണ്, അവസാന ആഴ്ചകളിലാണ്, അവസാന മണിക്കൂറുകളിലാണ്, അവസാന മിനിറ്റുകളിലാണ്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ ആത്മനിയോഗത്തോടെ ചോദിക്കട്ടെ, 2024 ജനുവരി മുതൽ 2023 മുൻപിൽ നാം ജീവിച്ചു തീർത്ത വർഷങ്ങളോ ഞാൻ ചോദിക്കുന്നില്ല. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ അവസാനത്തെ മിനിറ്റുകൾ വരെ നാം ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവത്തോട് ആഴമായി ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് ആഴമായി പറയാൻ കഴിയുമോ, എൻ്റെ ജീവിതത്തിനകത്ത് ദൈവ നിയോഗം വിട്ട് ഒന്നും ഞാൻ ചലിച്ചിട്ടില്ലെന്ന്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിയോഗത്തെ വിട്ട്, ദൈവം എൻ്റെ മുൻപിൽ വച്ചിരുന്ന ദൈവിക പദ്ധതിയെ വിട്ട്, ദൈവിക നിയോഗത്തെ വിട്ട് ഒരിഞ്ച് പോലും ഞാൻ ചലിച്ചിട്ടില്ലെന്ന് പറയാൻ കഴിയുമെങ്കിൽ നിന്നെപ്പോലെ ധന്യനായ മനുഷ്യൻ ഈ ലോകത്തിൽ വേറെയില്ല. ഇന്ന് പകൽക്കാല സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഭക്തന്മാരൊക്കെ യാത്ര തിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വേറിട്ട് നിന്ന ഒട്ടനവധി ഭക്തന്മാർ 2023 2024 യാത്ര തിരിക്കുമ്പോൾ വ്യത്യസ്തമായി നിൽക്കുന്നൊരു വെളിപ്പാടുണ്ട്. ക്രിസ്തുവിനാവശ്യമുള്ള ഭക്തന്മാർ നേരത്തെ കടന്നു പോകുന്നുണ്ട്. ഇന്ന് പകൽ നിയോഗം വിട്ട്, ദൈവകൃപ വിട്ട്, ദൈവിക വ്യവസ്ഥ വിട്ട് സഞ്ചരിക്കുന്നവരാണ് നാമെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വരാനുള്ളൊരു സമയമാണ്. ഈ പ്രാർത്ഥനയിൽ ഞാൻ കൊതിക്കുന്നു, ദൈവത്തിൻ്റെ നിയോഗം വിട്ട് ഒരിഞ്ചെങ്കിലും എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത്, എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ ജീവിതത്തിനകത്ത് ദൈവത്തെ വിട്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ മടങ്ങി വരാ. ഈ പകൽ പരിശുദ്ധാത്മാവിനെ അധികമാ ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിനകത്ത് കൈമാറണമേ. സ്നേഹത്തോടെ ചോദിക്കട്ടെ പ്രിയരെ, എന്നും നമ്മൾ ചിന്തിക്കും പോലെ സേഫ് സോണിനകത്ത് ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നും നമ്മൾ ആഗ്രഹിക്കും പോലെ പശ്ചാത്തലത്തിനകത്ത് എന്നും പാപത്തിൽ തുടർന്നിട്ട് ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം പാപം ചെയ്തിട്ട് നീ എത്ര ദൈവത്തിൽ നകത്തിട്ട് മാമേ നിന്നെ പോലൊരുവനാണ്, അവൻ മൗനമായിരിക്കുന്നു എന്ന് നീ ചിന്തിച്ചു പോകരുത്. അവൻ മൗനമായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ്റെ ന്യായവിധിയുടെ കര വലുതായതുകൊണ്ട് എൻ്റെ ദൈവം മൗനമായിരിക്കുന്നത്. ഇന്ന് പകൽക്കാല സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവിക നിയോഗത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം, ദൈവിക വ്യവസ്ഥയിലേക്കൊന്ന് മടങ്ങി വരാം, ദൈവിക തീഷ്ണതയിലും പ്രത്യാശയിലേക്ക് ഈ പകലൊന്ന്
ഒന്ന് മടങ്ങി വരാ. എത്ര പേർക്ക് പറയാൻ കഴിയും, പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെ നീ എന്നെ ബോധ്യപ്പെടുത്തി എന്നെ മടക്കി വരുത്തുന്ന ഒരു പകലാക്കി പകലെന്നെ ഒന്ന് തീർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചന പുസ്തകത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എല്ലാം ചെയ്തിട്ടും നിന്നെപ്പോലെ ഒരുവനാണ് ഞാനെന്ന് നീ കരുതരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്തതിന് തത്തുല്യമായ ന്യായവിധി വെളിപ്പെടാത്തത് ദൈവം നമ്മെപ്പോലെ ഒരുവൻ നമുക്ക് സൈഡ് നിൽക്കുന്നവനെന്ന് വിചാരിക്കരുത്. അവൻ നീതിയുള്ള ന്യായാധിപനാണ്. അവൻ നീതിയുള്ള ന്യായാധിപനാണ്. അവൻ്റെ നിയോഗം വിട്ട് ചലിച്ച അവൻ നമ്മെ പിടിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽ സ്നേഹത്തോടെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ആത്മാവ് കൈമാറിയൊരു ദൂത് ഞാൻ കൈമാറട്ടെ. നിയോഗം വിട്ട് ചലിക്കുന്ന ചില ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് പകൽ ദൈവസഭയോട് പറ, ദൈവത്തിൻ്റെ പെരുങ്കാറ്റുകൾ വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പെരുങ്കാറ്റുകൾ വെളിപ്പെടാൻ പോകുകയാണ്. ആര് പറഞ്ഞാലും ശാന്തമാകാൻ കഴിയാത്ത രീതിയിൽ നിന്റെ കൂടാരത്തിന് മേലെ, നിന്റെ പടകിന് മേലെ, നിന്റെ ജീവിതത്തിന് മേലെ, നിന്റെ ശരീരത്തിന് നേരെ ദൈവിക ന്യായവിധിയുടെ പെരുങ്കാറ്റുകൾ വെളിപ്പെടാൻ പോകുകയാണ്. ദൈവസഭ ഇന്ന് പകൽക്കാല ദൈവിക നിയോഗത്തിലേക്കൊന്ന് മടങ്ങി വരാമോ? ദൈവിക വ്യവസ്ഥയിലേക്കൊന്ന് മടങ്ങി വരാമോ? ദൈവിക സമർപ്പണത്തിലേക്കൊന്ന് മടങ്ങി വരാമോ? ദൈവ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരാമോ? ആദ്യ പ്രത്യാശയിലേക്ക് മടങ്ങി വരാമോ? ആദ്യ തീഷ്ണതയിലേക്ക് മടങ്ങി വരാമോ? പരിശുദ്ധാത്മാവിനോട് പറ, കർത്താവേ, പ്രസംഗം കേട്ട് എൻ്റെ ഹൃദയം മുറിയല്ല വേണ്ടത്. ഈ പ്രസംഗം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള പാപത്തെ നീ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണേ. എൻ്റെ ജീവിതത്തിൽ വെട്ടിമേറ്റേണ്ട ചിലവിനെ ഇന്ന് പകൽക്കാലം എന്നെ ബോധ്യപ്പെടുത്തണേ. ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. ദൈവം ചിലവിനെ ചെത്തും, ചിലവിനെ ശുദ്ധീകരിക്കുക, ചിലവിനെ വെട്ടിമാറ്റേണ്ട ചിലവിനെ വെട്ടിമാറ്റ്. എങ്കിൽ മാത്രമേ 2025 നിനക്ക് ഈ ഭൂമിയിൽ ജീവനോടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന ഫലം മിന്നിൽ നിന്ന് പുറപ്പെടാൻ കഴിയത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി മിന്നിൽ നിന്ന് വെളിപ്പെട്ടു വരാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ സമർപ്പിച്ചു കൊടുക്ക. കാറ് കിട്ടുമ്പോൾ കൈയടിക്കും അവനേക്കാ, ഒരു വലിയൊരു വീട് കിട്ടുമെന്ന് പറയുമ്പോൾ കൈയടിക്കും അവനേക്കാ, ഇന്ന് പകൽ നീ എവിടെയോ പോകുമെന്ന് പറയുമ്പോൾ അന്യഭാഷയിൽ തുള്ളും അവനേക്കാ, ഈ പകൽ ദൈവ വ്യവസ്ഥയിലേക്ക് മടങ്ങുക. ദൈവിക പ്രതീക്ഷാവോ, ദൈവിക വ്യവസ്ഥയിലേക്ക്, ദൈവം വച്ച പദ്ധതിയിലേക്ക് മടങ്ങുക എന്നൊരു ദൂത് ഈ പകൽ വിളിച്ചു പറയുമ്പോ എത്ര പേർക്ക് പറയാൻ കഴിയും, അപ്പാ ഞാൻ ഇന്നു പകൽ മടങ്ങി വരാൻ തയ്യാറാണ്. ഈ പകൽ നീ എന്നോടൊന്ന് സംസാരിക്കണമേ. അർത്ഥരാരകൾ ഘടക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും എൻ്റെ ഹൃദയത്തിനകത്ത് ചിന്തിച്ച ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആമേൻ. നമ്മൾ ഈ ലോകത്ത് ദൈവം നമ്മെ ദൈവിക പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ, ദൈവിക വ്യവസ്ഥയിൽ നാം ആരാധിക്കുമ്പോൾ നമുക്ക് സന്തോഷപ്പെടുത്തുന്നത്, നമ്മളെ ത്രസിപ്പിക്കുന്നത്, നമ്മുടെ കൈയടിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ലോകത്തിലെ നന്മകളെക്കുറിച്ച് കേൾക്കുമ്പോഴല്ലേ. ഹലോ, നിനക്കൊരു വിസ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, നിനക്കൊരു വാഹനം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, നിനക്കൊരു വീട് വയ്ക്കുന്ന ലഭിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ എന്തോ ഒരു സന്തോഷം വരില്ലേ? ഹലോ, നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം. ഈ ലോകത്തിൽ 4 പേർ കാണുക ഒന്ന് മാന്യമായി ജീവിക്കണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം. ഇന്ന് പകൽ അതല്ല പ്രിയരെ സ്വർഗം ആഗ്രഹിക്കുന്ന സന്തോഷം. ദൈവം വച്ച പദ്ധതിയിലേക്ക് നീ മടങ്ങി വരിക എന്നതാണ് ദൈവം വച്ചിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത്. ഈ ലോകത്ത് നിനക്കൊന്നും ലഭിച്ചില്ലേലോ, ദൈവത്തിന്റെ സന്നിധിയിൽ നീ സീറോയാകരുത്. ദൈവത്തിന്റെ മുൻപിൽ സീറോയാകരുത്. ഈ ലോകത്തിന്റെ മുൻപിൽ നീ സീറോയായാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കാ. നിന്റെ ഹൃദയത്തിനകത്ത് ദൈവം തമ്മ പാലമ്പുകളെ പ്രയോജനപ്പെടുത്തി വർദ്ധിപ്പിച്ച്, നിന്റെ കരത്തിൽ ദൈവം തമ്മ കൃപാവരത്തെ വർദ്ധിപ്പിച്ച്, ദൈവം തന്ന ദൈവിക പദ്ധതിയെ വർദ്ധിപ്പിച്ച്,
ദൈവം തന്ന കാഴ്ചപ്പാടിനെ വർദ്ധിപ്പിച്ച് ദൈവസന്നിധി നിൽക്കുന്ന ആ മാളില്ലേ, അതാണ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന മാന്യതയുടെ മാള്, മാന്യതയുടെ വസ്ത്രം. അവൻ അന്നാണ് നിന്റെ ജീവിതത്തിൽ നീ നേടിയ ബന്ധം അറിയുമവ. ഈ ലോകത്തിൽ നേടിയത് താൽക്കാലിക 6 അടി മണ്ണിനകത്ത് ഒതുങ്ങുന്നതാണ്, താൽക്കാലിക സുഖമാണ്, 6 അടി മണ്ണിനകത്ത് തീർന്നു പോകുന്നതാണ്. പക്ഷെ അക്കരെ കരയിലെത്തുമ്പോ നാം നേടിയ ബന്ധം അറിയും ഒരു മാളുണ്ട്. ഇന്ന് പകൽ ചിലർ നിത്യലജ്ഞയ്ക്കായി, ചിലർ നിത്യ ജീവനായി ഉയർത്തു വരുമ്പോ ഈ പകൽ ആഴമേ ദൈവസന്നിധി ചോദിക്കുക, കർത്താവേ ഞാൻ ഏത് ലിസ്റ്റിലാണ്, എന്റെ കുടുംബം ഏത് അവസ്ഥയിലാണ്? ഇന്ന് പകൽ മടങ്ങി വരാനുള്ള ഒരു കൃപ വരണമേ. ഇന്ന് പകൽ ലോകത്ത് നേടുന്നതൊന്നുമല്ല മാന്യത. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക നിയോഗത്തിൽ നിൽക്കുമ്പോഴാണ് മാന്യത. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവിക നിയോഗത്തിൽ നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവിക പദ്ധതിക്കകത്ത് നടക്കാൻ കഴിയും. ദൈവമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ ഇന്ന് പകൽ ദൈവമുള്ള ശൂന്യതകൾക്കകത്ത് ജീവിക്കുമ്പോൾ നല്ലത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, വേദപുസ്തകം പറയുന്നു, ജോന എന്ന് പറയുന്നത് ശക്തനായ ചെറിയ പ്രവാചകന്മാരിൽ ഒരുവനാണ്. നോർത്തേൺ കിങ്ഡത്തിലെ ശക്തനായ പ്രവാചകൻ. അവൻ്റെ പശ്ചാത്തലമൊക്കെ ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, അപ്പൻ ജാമെ ജനിച്ചപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ തന്നെ അപ്പൻ നഷ്ടപ്പെട്ടവൻ, അമ്മ വളർത്തിയവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ശൂന്യതയ്ക്കകത്ത് വയറ് മുറുക്കി കൊടുത്ത് ഒരു ബാല്യകാലം മുഴുവനും ജീവിച്ചു തീർന്നൊരു ഭക്തനായ മനുഷ്യനാണ് ജോന. പക്ഷേ അവൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ജീവിതത്തിൻ്റെ ആരംഭങ്ങൾ ശൂന്യതയിൽ നിന്നാണെങ്കിലും അവൻ്റെ അമ്മ അവന് കൊടുത്ത ഏറ്റവും വലിയ സമ്പാദ്യം ഒന്നുണ്ട്, അത് യേശുവിനെയാണ്, അത് യഹോവയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയും ഏറ്റവും വലിയ സമ്പാദ്യ ഒരു വീടല്ല, ഒരു കാറല്ല, ഒരു വസ്തുവല്ല, എത്രയോ വലിയ വിദ്യാഭ്യാസമല്ല, അതെല്ലാം വേണ്ടമല്ല. ഇതിനേക്കാൾ അപ്പുറമാണ്. ഒന്നുമില്ലേലും ദൈവത്തെ നീ അവന് കൊടുത്ത, ദൈവിക പുസ്തകത്തെ നീ അവന് കൊടുത്ത, ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകത്തെ നിന്റെ തലമുറയ്ക്ക് കൊടുത്ത യോനയുടെ ചരിത്രം പറയുന്നു. അവന്റെ മാതാവ് കഷ്ടതയുടെ തീച്ചൂളക്കകത്ത് തലമുറയോർത്ത് കരഞ്ഞപ്പോ അവന്റെ കുടുംബത്തെ തേടി പ്രവാചക അഭിഷേകം വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന് വില കൊടുക്കുന്ന, അഭിഷേകത്തിന് വേണ്ടി കരയുന്ന, അഭിഷേകത്തിന് വേണ്ടി കാഴ്ചപ്പാടുള്ള ദൈവജനം ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ഇന്ന് പകൽ താൽക്കാലിക സുഖത്തിന് വേണ്ടിയല്ല, മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയല്ല, അതിനേക്കാൾ അപ്പുറം ഈ അത്യുന്ന ശക്തിയൻ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് മൺകൂടാരത്തിന് നിറയ്ക്കപ്പെട്ട അഭിഷേകത്തിന്റെ ഇരട്ടിപ്പിന് വേണ്ടി കൊതിക്കുന്ന ഒരു തലമുറ ഈ ആലയത്തിനകത്തും എഴുന്നേൽക്കട്ടെ. Give importance to the anointing of Holy Spirit. ഇന്ന് പകൽ അഭിഷേകത്തിന് പ്രാധാന്യം കൊടുക്കട്ടെ. ശരാമനാരകൾ ഖവാരദലഗടഗദ ശരാദ്വരഗലഗടഗബരാദകൾ ഖമാനബരഗടഗ ശരാമനാധുരി ഖമാന ശരേദരഗലഗടഗബരാദകൾ ഖമാനമനഗടഗ അർദ്ധരാദരൈ ഖമാന ദൂരജാരഗടഗവാര അർദ്ധരാദലഗടഗവേരവച്ഛഭാരതാരകൾ ഖമാ. ഞാൻ കൊതിക്കുന്നു. എത്ര പ്രിന്മാറാൻ ശ്രമിച്ചാലും, എത്ര ദൈവകൃപ വിട്ടോടാൻ ശ്രമിച്ചാലും, എത്ര ആലയം വിട്ടോടാൻ ശ്രമിച്ചാലും, എത്ര പാപത്തിലേക്ക് ഓടാൻ ശ്രമിച്ചാലും, ആമേൻ, അവരെ വിട്ടുകൊടുക്കാതെ പിന്തുടരും ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷൻ ചില തലമുറകളുടെ, ചില കുടുംബങ്ങളുടെ ആഴമായി പകൽ വെളിപ്പെടട്ടെ, ആഴമായി ദൈവകൃപ വെളിപ്പെടട്ടെ, ആഴമായി പകൽ ചിലവിന്റെ
ദൈവത്തിന്റെ കനത്ത കരം വെളിപ്പെടട്ടെ ഇന്ന് പകൽക്കാല. ഈ തലമുറയിൽ വ്യത്യസ്തനായി നിൽക്കാനുള്ള അഭിഷേകത്തിന്റെ ഇരട്ടിപ്പിന് വേണ്ടി ഈ പകൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ലൈവിലൂടെ കാണുന്നവർ ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരുപക്ഷെ ജോലിയിലായിരിക്കുക, ഒരുപക്ഷെ വാഹനത്തിലായിരിക്കുക, ഒരുപക്ഷെ ഭവനത്തിലായിരിക്കുക. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ അഭിഷേകത്താ ഈ പകലൊന്നെ ഒന്ന് നിറയ്ക്കണമേ. സത്യത്തിലേക്ക് മടത്തുന്ന സത്യത്തിന്റെ ആത്മാവിനാ. ശൂന്യമായിരുന്ന ജോനയുടെ ഭവനത്തെ തേടി അർഹതയില്ലാത്ത പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മുൻപിൽ വിരൽ ചൂണ്ടി ഒരു ദൂത് ഞാൻ പറയാം. ഈ പരിശുദ്ധാത്മാവിനെ വഹിപ്പാൻ നിനക്ക് യോഗ്യതയില്ല. ഈ അത്യുന്ന ശക്തിയെ വഹിപ്പാൻ നിനക്ക് യോഗ്യതയില്ല. നിന്റെ വിശുദ്ധ പ്രവൃത്തിയല്ല, നിന്റെ വിശുദ്ധി കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ അല്ല. നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത് നിന്റെ കൂടമടക്കാൻ ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അത് ധാന്യമത്രേ, അത് ബാണമത്രേ, അത് അർഹതയില്ലാത്തതാണ്. ഈ 2024 ദൈവിക പദ്ധതി വിട്ടോടി ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ ആത്മനിറവിനെ കെടുത്തി നിന്റെ ജീവിതം ആമേ തീർത്ത് കളയരുത്. ഈ പകൽക്കാലം പറയാൻ കഴിയുമെങ്കിൽ പറ, എന്തെല്ലാം പ്രതിസന്ധി ജീവിതത്തിൽ നേരിട്ടാൽ ഈ ദൈവത്തെ വിട്ടൊരു ജീവിതം എനിക്കില്ല. ഈ പരിശുദ്ധാത്മാവിനെ ആമേ കളങ്കപ്പെടുത്തുന്ന വിശുദ്ധിയെ കളയുമവമ്മ എന്റെ ജീവിതത്തിനകത്ത് ഇമ്മ പകൽ വേണ്ട. ഉപേക്ഷിക്കേണ്ട ചിലവ് ഈ പകൽ ഉപേക്ഷിച്ചു മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവൻ അഭിഷേകം വെളിപ്പെട്ടപ്പോ അവൻ രാജകീയ പ്രവാചകനായി മാറി. അവൻ രാജകീയ പ്രവാചകനായി മാറി. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഉയർത്തുന്നവൻ ദൈവമാണെങ്കിൽ അവന് താഴ്ത്താൻ വലിയ സമയം വേണ്ട. തമ്മവ് ദൈവമാണെങ്കിൽ തിരിച്ചെടുക്കാൻ അവന് വലിയ സമയം വേണ്ട. ഇന്ന് പകൽ തൻ്റെ ഇടത്തോടെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, എൻ്റെ ശക്തിയുടെ ബലം കൊണ്ടാണ്, എൻ്റെ ആരോഗ്യം കൊണ്ടാണ്, എൻ്റെ ശക്തി കൊണ്ടാണ് എൻ്റെ കൂടാരത്തിനകത്തുള്ളത് സകലത് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം കേട്ടോ, നിന്നെപ്പോലൊരു അരിഷ്ട മനുഷ്യ വേറെ ആരുമില്ല. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഭാവിക്കകത്ത് വെളിപ്പെട്ടത്, എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെട്ടത്, ഇന്ന് ഞാനായതുമാകുന്നത് അവൻ്റെ കൃപയല്ലാതെ ഒന്നുമല്ല. അവൻ തരാത്തതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. അവൻ തരാത്തൊരു വിദ്യാഭ്യാസം എനിക്കില്ല. അവൻ തരാത്തൊരു ഉയർച്ച എനിക്കില്ല. അവൻ തരാത്തൊരു നന്മ എനിക്കില്ല. അവൻ തരാത്തതൊന്നും നമ്മുടെ ആലയത്തിനകത്തില്ല. ഇന്ന് പകൽ നിന്റെ കൂടാരത്തിനകത്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവരിതിങ് അവൻ തന്ന ബാണമാണെങ്കിൽ ഇന്ന് പകൽക്കാല ഒരിക്കൽ യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ മാമം എന്ന് പറഞ്ഞാൽ ദൈവം തന്നവന് തിരിച്ചെടുക്കാൻ അധിക സമയം വേണ്ട, അധിക സമയം വേണ്ട. ഇന്ന് പകൽ ദൈവിക ലക്ഷ്യം വിട്ടോടുന്നവരാണോ നിങ്ങൾ? ഇന്ന് പകൽ എന്ന് വേണമെങ്കിലും കൊടുങ്കാറ്റ് നിന്റെ മുമ്പിൽ ആഞ്ഞടിക്കാം, പെരുങ്കാറ്റ് നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരാ. ഇന്ന് പകൽ കേട്ടോണേ, ദൈവം തന്നത് ദൈവത്തിനെടുക്കാൻ കഴിയുമെങ്കിൽ, ഇന്ന് പകൽ ദൈവം തന്നത് എടുക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവിക വ്യവസ്ഥയ്ക്കകത്തോടണം, ദൈവം വച്ചിരിക്കുന്ന പദ്ധതിക്കകത്തോടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക പദ്ധതി വിട്ടിവിടെ ഒരുവൻ ഓടുകയാ. അവൻ ശക്തനായിരിക്കാം, അവൻ്റെ കൂടെ ശിഷ്യന്മാർ കണ്ടേക്കാം, അവൻ്റെ ശുശ്രൂഷ വലിയവായിരിക്കാം, അവൻ ചെയ്യുന്നത് വീര്യപ്രവർത്തികൾ വലിയവായിരിക്കാം, രാജാക്കന്മാരോടായിരിക്കാം ദൈവത്തിൻ്റെ നിയോഗങ്ങൾ കൈമാറുന്നത്. പക്ഷെ ജോനയോട് ദൈവം പറഞ്ഞ, ജോനയെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. എവിടെ? നീനവയിലേക്ക് പോകണം, നീനവയിലേക്ക് പോകണം. അവിടെ ഒരു
കപ്പൽ കിടപ്പുണ്ട്. ആ കപ്പൽ കയറി നിനവയിലേക്ക് പോകണം. ശ്രദ്ധിച്ചു കേട്ടോ, നിയോഗം നിനവയിലേക്ക് പോകാനാ. അവൻ്റെ പോക്ക് തർസീസിലേക്കാ. ഇന്ന് പകൽ എൻ്റെ ദൈവാത്മാവിൽ ചോദിക്കട്ടെ, 2024 ദൈവം വിളിച്ചത് നിനവയിലേക്ക് പോകാനാ. ദൈവം നിനക്ക് ദർശനം നമ്മ കാഴ്ചപ്പാട് നമ്മ നിന്റെ കുടുംബത്തെ വിളിച്ചു വേർതിരിച്ചത് നിനവയിലേക്ക് പോകാനാ. എൻ്റെ ചോദ്യം, നീ ഇരിക്കുന്ന കപ്പൽ നിനവയിലേക്കുള്ളതാണോ? നീ ഇരിക്കുന്ന കപ്പൽ തർസീസിലേക്കുള്ളതാണോ? ഇന്ന് പകൽക്കാല നെഞ്ചത്ത് കൈവച്ചു പറയാൻ കഴിയുമോ, ദൈവിക വ്യവസ്ഥ വിട്ട് ഞാൻ തർസീസിലേക്കല്ല, ദൈവം കൂടെയുള്ള നിനവയിലേക്കാണ് എൻ്റെ യാത്രയെന്ന്. ഇതിനകത്തിരിക്കുന്ന 30% പോയിട്ട് 70% വായിൽ നിന്ന് ഒരു വാക്ക് പോലും വരുന്നില്ല. വണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിനവയിലേക്ക് പോകേണ്ടവൻ തർസീസിലെ കപ്പലിരിക്കുക. തർസീസിലെ കപ്പലിലിരുന്നിട്ട് ഗ്ലോറി വിക്ടറി പറഞ്ഞിട്ട് കാര്യമില്ല, കൈയടിച്ചിട്ട് അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. തർസീസിലെ കപ്പലിന്റെ പ്രത്യേകത, അവിടെ യഹോവയില്ല, അതിനകത്ത് യേശു ഇല്ല. ഇന്ന് പകൽക്കാലം ദൈവം വച്ച പദ്ധതിക്കകത്ത് ദൈവം കൂടെ നിൽക്ക്. ദൈവം വിളിച്ച വെളിയാണെങ്കിൽ ദൈവം നിന്റെ പിന്നിലൂടെയല്ല, നിന്റെ മുൻപാകെ എൻ്റെ ദൈവം മടക്ക്. ഈ പകൽ ദൈവം വിളിക്കാത്തെടുത്തു പോയിട്ട് ദൈവകൃപ ചോർത്തിക്കളയും എടുത്തു പോയിട്ട് ദൈവമുണ്ടെന്ന് ചിന്തിക്കരുത്. ഹേ വിശ്വാസിയെ, ഇന്ന് പകൽ നിന്റെ തർസീസിലേക്കുള്ള യാത്രയിൽ ദൈവമില്ല. ശരാദരാരകൽഖവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെ തർസീസിലേക്കുള്ള കപ്പലിൽ ദൈവം മാത്രമേ ഇല്ലാതുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. ഹലോ ഹലോ, ദൈവം മാത്രമേ ഇല്ലാതുള്ളൂ. കപ്പിത്താനുണ്ട്. നിനവയിലേക്ക് പോകുന്ന കപ്പലിനേക്കാൾ ചരക്കുകൾ, ഹലോ ഗുഡ്സ് തർസീസിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവം വച്ചിട്ടില്ലാത്ത നന്മകൾ എത്രയെന്ന് നിന്റെ കപ്പലിനകത്ത് അടുക്കി എണ്ണി 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 നീ കയറ്റി വച്ചാലും ഇന്ന് പകൽ കേട്ടോ, ദൈവമില്ലാത്ത യാത്രയാണോ? അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ അലമാരയിൽ എത്ര നോട്ട് കെട്ടുകൾ എണ്ണി വച്ചാൽ, നിന്റെ ബാങ്ക് ബാലൻസ് എത്ര കോടി ഉണ്ടെങ്കിലും ദൈവമില്ലെങ്കിൽ നിന്റെ യാത്ര തർസീസിലേക്കാണെങ്കിൽ ഇന്ന് രാത്രി ഈ പകൽ കേട്ടോ, പെരുങ്കാറ്റുകൾ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നന്നായി അറിയാം, നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നുണ്ടെന്ന്. ഇന്ന് രാത്രി, ഇന്ന് പകൽ മനസ്സിലാകാത്തതുപോലെ ഇരുന്നോ. പക്ഷെ ഇന്ന് പകൽക്കാലം കേട്ടോ, തർസീസിലേക്ക് പോകാനല്ല വിളി. തർസീസിന്റെ കപ്പലിനകത്ത് ആമൻ നിനവയിലേക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ മഹത്തരകരമായ ലോകത്തിന്റെ മുൻപിൽ കാണാൻ കഴിയുന്ന എല്ലാമുണ്ട്, എല്ലാമുണ്ട്. നല്ല വസ്ത്രത്തിന്റെ ഗുഡ്സ് ഉണ്ട്, നല്ല ആഹാരത്തിന്റെ ഗുഡ്സ് ഉണ്ട്. എല്ലാ കപ്പൽ മുതലാളികൾ അടുക്കി അടുക്കി വയ്ക്കുക. പക്ഷെ കപ്പലിന്റെ ആഴത്തട്ടിൽ ആരും കാണാതെ കിടന്നുറങ്ങിയാൽ ആരും എൻ്റെ പാപം കാണുന്നില്ല പാസ്റ്ററെ. ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ അറിയുമില്ല, എൻ്റെ ഭർത്താവ് അറിയുമില്ല, എൻ്റെ മക്കൾ അറിയുന്നില്ല, എൻ്റെ അപ്പൻ അറിയുന്നില്ല എന്ന് പറയും ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരും അറിഞ്ഞില്ലേല് പിന്നെ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ള ഒരുവ് ഇന്ന് പകൽ കാണുന്നുണ്ട്. ചിലവിനെ ആത്മാവ് പിടിക്കാൻ പോകുക. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച അറിയില്ല ദൈവാത്മാവ്
എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്ങിയൊരു ശബ്ദമുണ്ട്. ദൈവനിയോഗം വിട്ടോടുന്ന ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടാൻ പോകുന്നു. 2024 ദൈവസഭേ, നീ കേട്ടോ, ഇന്ന് പകൽ ചെവി തുറന്ന് കേട്ടോ. ലൈവിലൂടെ കാണുന്ന ദൈവജനമേ, ഇന്ന് പകൽ കേട്ടോ, ദൈവിക ന്യായവിധി വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ നിന്റെ വിളി അതല്ല, നിന്റെ ദർശനം അതല്ല, നിന്നെ കുറിച്ച് വിളിച്ച കാഴ്ചപ്പാടമല്ല. എല്ലാം ഉണ്ടായിട്ട് ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞോടുന്നവരെ, ആത്മനിറവ് ഞാൻ പറയാം, ചില കൊടുങ്കാറ്റുകൾ വെളിപ്പെടാൻ പോവാ, ചില പെരുങ്കാറ്റുകൾ വെളിപ്പെടാൻ പോവാ. ആരുടെ മുൻപിലാണ് വെളിപ്പെടുന്നേ? ദൈവകൃപയെ ചോർത്തുന്ന, ദൈവം പോകാൻ പറഞ്ഞ ട്രാക്ക് വിട്ട് തിരിച്ചോടുന്ന ചിലവിനെ ആത്മാവ് 2025 ദേശത്തിൻ്റെ മുൻപിൽ നിരത്തി വെക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നെ കാണിക്കുന്നൊരു വെളിപ്പാട് ഞാൻ പറയാം. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം തകർന്ന് ആമെ കടന്നു വന്ന് കരയുന്നൊരു രാത്രി വെളിപ്പെടുന്നതിന് മുമ്പ് ഇന്ന് പകൽ ഒന്നുമില്ലേല് ദൈവത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് കടന്നു പോകാമെന്ന് ഒരു തീരുമാനം നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽ ദൈവം നിന്റെ പടകിനകത്ത് ഈ പകൽ കയറി വരും. പ്രിയരെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവമില്ലാതെ എത്ര നിലയുള്ള വീടുണ്ടായാലും, ദൈവമില്ലാതെ എത്ര കാർ ഉണ്ടായാലും, ദൈവമില്ലാതെ എന്നെയും കൂടെ പ്രതിയാക്കി പറയും എത്ര വേദി ഉണ്ടായാലും, ദൈവമില്ലാതെ എത്ര അനുഗ്രഹം നിന്റെ കൂടാരത്തിനകത്തുണ്ടായാലും, ഇന്ന് പകൽ ആമെ പെരുങ്കാറ്റ് വെളിപ്പെടും. പെരുങ്കാറ്റ് വെളിപ്പെടാം. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി വെളിപ്പെടാം. യോനെ അറിഞ്ഞില്ല, എൻ്റെ ദൈവത്തെ കളിപ്പിച്ചിട്ട് ഓടാമെന്ന് കരുതി. യോനെ, നീ അറിയില്ല, എൻ്റെ ദൈവത്തിൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് നിന്റെ പിന്നാലെയുണ്ട്. ചില ജോനമാർ കേട്ടോ, ദൈവകൃപയെയും ദൈവിക വ്യവസ്ഥയും ആരാധനയും അലക്ഷ്യമായി ഉപേക്ഷയായി വിചാരിച്ച് ഓടുന്ന ചില ജോനമാരുണ്ടോ? ദൈവം ചിലവിനെ ആത്മാവ് പിടിക്കാൻ പോകുക. നിനക്ക് നിൽക്കാൻ കഴിയാത്ത, വിലമിൽപ്പില്ലാത്ത ചില പെരുങ്കാറ്റുകൾ, വെറും കാറ്റല്ല വചനം പറയുന്നത്, ചില പെരുങ്കാറ്റുകൾ നിന്റെ കൂടാരത്തിന്റെ മേൽ അടിക്കാൻ പോകുകയാണ്. നിന്റെ പടകിന് മേലെ വെളിപ്പെടാൻ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവമില്ലാത്ത കപ്പലിൽ നീ കയറരുത്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നീ അതിൽ കയറരുത്. ദൈവം നിനവേലേക്ക് പോകാൻ പറഞ്ഞത് എന്താ കാരണം? ദൈവം ആ കപ്പലിനകത്തുണ്ട്. എടാ, നിന്റെ മുന്നിലൂടെ ഞാനുണ്ട്, നീ കടക്ക്, നിന്നെ എത്തിക്കേണ്ടിടത്ത് ഞാൻ എത്തിക്കാം. ഇവനോടി ദൈവമില്ലാത്ത കപ്പലിൽ. ഇന്ന് പകൽ കേട്ടോ, ദൈവമില്ലെങ്കിൽ പെരുങ്കാറ്റ് വെളിപ്പെടും. ദൈവമില്ലെങ്കിൽ പെരുങ്കാറ്റ് വെളിപ്പെടും. പെരുങ്കാറ്റിൻ്റെ പ്രത്യേകത, നീ എത്ര ഉറക്കം നടിച്ചാലും, നീ എത്ര പിന്മാറ്റം നടിച്ചാലും, ആരും കാണുന്നില്ലെന്ന് പറഞ്ഞ് നീ ഉറങ്ങിയാലും, നിന്റെ ഉറക്കം കളഞ്ഞ് പെരുങ്കാറ്റടിച്ചാൽ നിന്റെ കപ്പലിന് നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധി നിന്റെ കപ്പലിന് മേലെ വെളിപ്പെട്ടു വരും. ഹേ പാസ്റ്റർ, ദൈവമില്ലാത്ത കപ്പലിന് നേരെ പെരുങ്കാറ്റ് വരുമോ? വരും പ്രിയരെ, വരും പ്രിയരെ. ഇന്ന് പകൽ വേറൊരു മർമ്മം ഞാൻ പറയാം. ദൈവമുള്ള കപ്പലിന് നേരെയും കൊടുങ്കാറ്റ് വരും. ഹലോ, ദൈവമില്ലാത്തവർക്ക് വേണ്ടിയല്ല, ദൈവമുള്ളവർക്ക് നേരെയും പെരുങ്കാറ്റ് വരും. ഹലോ, കൊടുങ്കാറ്റ് വരും. പ്രത്യേകത ഞാൻ പറയാം. ദൈവമുള്ള പടകിലാണെങ്കിൽ പെരുങ്കാറ്റ് വരുമ്പോൾ, കൊടുങ്കാറ്റ് വരുമ്പോൾ നീ അന്യഭാഷ പറയണ്ട, നീ
പ്രാർത്ഥിക്കേണ്ട, അബമിന്റെ തലയിലെ രോമത്തിൽ തൊടാതെ മണ്ണ് എത്തിക്കേണ്ട അങ്ങേ കരയിൽ എന്റെ ദൈവം നിന്നെ പടകുമാ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്ക്. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവമുണ്ടോ കുഞ്ഞ്? നീ വിജയിച്ചു. നിന്റെ മുൻപിൽ വെളിപ്പെടുന്ന സിംഹക്കുടിക്കകത്തു ദൈവമുണ്ടോ കുഞ്ഞ്? സിംഹത്തിന്റെ വായ അടയ്ക്ക്. നിന്റെ മുൻപിൽ വെളിപ്പെടുന്ന തീച്ചൂളക്കകത്ത് ദൈവം നാലാമനായി ഇറങ്ങുന്നുണ്ടോ കുഞ്ഞ്? നീ വിജയാളിയാണ്. പിടിക്കാൻ കഴിയുമെങ്കിൽ ഈ ദൂത് പിടിച്ചോ. ആരാധിക്കാൻ കഴിയുമെങ്കിൽ ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിച്ചോ. നിന്റെ കൂടാരത്തിന് വേറെ വെളിപ്പെടുന്ന ചില പെരുങ്കാറ്റുകള്, ചില ചുഴലിക്കാറ്റുകള് ആത്മാവ് ഇന്ന് പകൽ ശാസിച്ച് എത്തിക്കേണ്ട തുറമുഖത്ത് ഓ റീബാബാല ശിബാരബാരിഖമാന ധരാധരാധരിഖമാന ധാരധാര ഘടകധേര ധാരധാര ശരാധരാധല ഘടകധേര ഘടകധാര ശരൈഖബാരബലഘടക ശരാധലഘടക. പ്രിയരെ, ദൈവമുണ്ടോ എത്തേണ്ടടുത്തെത്തും. ദൈവമുണ്ടോ എത്തേണ്ടടുത്തെത്തും. ദൈവമില്ലയോ നീ എത്തേണ്ടടുത്ത് എത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേ. ജോനയുടെ പോക്ക് തർസീസിലേക്കാ. എൻ്റെ ചോദ്യം, ആ കപ്പലിൽ ദൈവമില്ല, ആ കപ്പലിൽ ദൈവമില്ല. പക്ഷെ എൻ്റെ ചോദ്യം, ആ കപ്പലുള്ള ജോന തർസീസിലെത്തിയോ? ഹലോ, തർസീസിലെത്തിയോ? അവൻ ജീവിതത്തിലെത്തിയിട്ടില്ല. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, സ്വപ്നം കണ്ടായിരിക്കാം, ആഗ്രഹിച്ചായിരിക്കാം പലതിലേക്ക് സ്റ്റെപ്പ് വെച്ചത്, പലതിലേക്ക് പോകണമെന്ന്, പലതുമായി തീരണമെന്ന്, എൻ്റെ കുടുംബത്തിൽ ഇന്നത് സംഭവിക്കണമെന്നൊക്കെ സ്വപ്നം കണ്ടായിരിക്കാം ഓടി ആ പടകിൽ കയറിയത്, ആ കപ്പലിൽ കയറിയത്. പക്ഷെ അങ്ങ് എത്തിയില്ലല്ലോ. എത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ കേട്ടോ, നീ കയറിയ പടക് ദൈവ വ്യവസ്ഥയിലുള്ളതല്ല. ഓ, നിങ്ങൾക്ക് മനസ്സിലായോ? ചിലതിനെ കണ്ടിട്ടില്ല. എത്ര തുഴഞ്ഞിട്ടും, എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ഉപവസിച്ചിട്ടും, എത്ര കരഞ്ഞിട്ടും പിന്മാറ്റക്കാർ മടങ്ങി വരുന്നില്ല. പ്രാർത്ഥിച്ചിട്ടും ദൈവിക പ്രമാണത്തിനകത്ത് നിൽക്കാൻ കഴിയുന്നില്ല. വീട്ടിനകത്തൊരു ഉദ്ധാരണം സംഭവിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 2024 ജനുവരിയിൽ ഉള്ളതുപോലെയാണോ നിന്റെ വീട് ഇന്നും? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതേ അവസ്ഥയിലാണോ നിന്റെ ഉപജീവനം ഇന്നും? അതേ അവസ്ഥയിലാണോ നിന്റെ ആരോഗ്യം ഇന്നും? ഇന്ന് പകൽ എഴുതിയിട്ടോ, നിന്നിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. സ്തോത്രം പറഞ്ഞില്ല. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവനിൽ വ്യത്യാസങ്ങൾ വെളിപ്പെടും, അവനിൽ ചേഞ്ചുകൾ വെളിപ്പെടും, അവന്റെ സ്വഭാവത്തിൽ വെളിപ്പെടും, അവന്റെ തലമുറയിൽ വെളിപ്പെടും, അവന്റെ സഭയ്ക്കകത്ത് വെളിപ്പെടും, അവന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. ഒരു മാറ്റവും ഇല്ലാതെ ഇതിനകത്ത് വന്നിരുന്ന് കൈയടിച്ചു പോകുന്ന പരിപാടിയാണെങ്കിൽ ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഇവിടെ ദൈവമില്ലാഞ്ഞിട്ടല്ല, നിന്റെ പടകിൽ ദൈവം ഇല്ലാഞ്ഞിട്ടാ. നീ എത്തേണ്ടടുത്ത് എത്തുന്നില്ല. ദൈവ നിയോഗത്തിനകത്ത് നീ എത്തുന്നില്ല. നീ ഇന്ന് കടലിൽ കിടന്ന് പെരുങ്കാറ്റിനോട് മല്ല് പിടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ കേട്ടോ, ദൈവ വ്യവസ്ഥയില്ലാതെ പോകുന്നവനെ നേരെ ദൈവത്തിന്റെ പെരുങ്കാറ്റ് വെളിപ്പെട്ട നീ ഉയർത്തി വച്ചിരിക്കുന്ന സകലത് കടലിൽ ഉപേക്ഷിക്കേണ്ടി വരും. മനസ്സിലായോ? ഹല്ലേലൂയ. പെരുങ്കാറ്റ് വെളിപ്പെട്ടപ്പോ കപ്പൽ പ്രമാണി വന്നിട്ട് പറയുക, ഇതെങ്ങനെ തരണം ചെയ്യും? അവർ ചെയ്ത ഒരു പരിപാടി ഉണ്ടെന്നറിയാമോ? ചുമന്ന് കയറ്റിയതെല്ലാം ചുമന്ന് കയറ്റിയതെല്ലാം സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. എന്ത്? ഒരായുസ് മുഴുവനും കൊണ്ട് അധ്വാനിച്ചത്, ഒരായുസ് മുഴുവന് കണ്ണുനീരോടെ കരഞ്ഞധ്വാനിച്ചത്,
അവർ തോളത്ത് ചുമന്ന് കപ്പലിനകത്ത് കയറ്റി. പക്ഷെ ഇന്ന് പകൽ ഒരായുസ് കൊണ്ട് അധ്വാനിച്ചത് എല്ലാം ജീവിതമാകുന്ന ലോകമാകുന്ന സാഗരത്തിനകത്ത് എറിഞ്ഞ് എല്ലാം നഷ്ടമാകാൻ ഒറ്റ സെക്കൻഡ് മതി. ദൈവത്തിൻ്റെ ആ കരം അനുകൂലമല്ലെങ്കിൽ ഇന്ന് പകൽ കേട്ടോ, നീ മേടിയെന്ന് പറയുമല്ല, ലോകമാകുന്ന സാഗരത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നും ഇല്ലാത്തവനായി, എല്ലാം തകർന്നവനായി, ജീവിതം ഒരു പരാജയമായി തീരുന്നതിനു മുൻപ് ഈ പകൽ ആരെയൊക്കെ ദൈവം വാഞ്ചിക്കുകയോ ഇന്ന് പകൽ ദൈവിക പദ്ധതിയുടെ മീനവേലേക്ക് കയറി വാ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവിക വ്യവസ്ഥ വിട്ടുപോയിട്ട് ദൈവം തന്ന നന്മകളെ എറിഞ്ഞു കളഞ്ഞ് ജീവിതം ഒരു പരാജയമായി, എല്ലാവരുടെ മുൻപിൽ ചോദ്യചിഹ്നമായി. നിന്റെ ശുശ്രൂഷ എവിടെ? നിന്റെ ഭാവി എവിടെ? നിന്റെ തലമുറകൾ എവിടെ? നിന്റെ കുടുംബം എവിടെ എന്ന് പറഞ്ഞു തീരുന്നതിനേക്കാളും ഇന്ന് പകൽ ദൈവം വച്ച നിനവേലേക്കൊന്ന് യാത്ര ചെയ്യാമോ? ദൈവം വച്ച കപ്പലിനകത്തൊന്ന് യാത്ര ചെയ്യാമോ? ഇന്ന് പകൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് കൂട്ടുകെട്ടുകൾ വെളിപ്പെടുമ്പോൾ, ചില മന്മകൾ കരത്തിൽ വെളിപ്പെടുമ്പോൾ, ചില അനുഗ്രഹങ്ങൾ വെളിപ്പെടുമ്പോൾ, ദൈവം തമ്മ മന്മകളെ മറന്ന് നാം സമ്പാദിച്ചത് നാം ഉണ്ടാക്കിയവൊക്കെ പറഞ്ഞ് ചുമന്ന് കെട്ടിക്കയറ്റുമ്പോൾ, ചുമന്ന് കയറ്റി വയ്ക്കുമ്പോ കേട്ടോണം, ദൈവത്തിന്റെ വ്യവസ്ഥയില്ലാത്ത യാത്രയാണെങ്കിൽ ഇന്ന് പകൽ കേട്ടോ, പെരുങ്കാറ്റുകൾ വെളിപ്പെടും, നിനക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വെളിപ്പെടും, നിനക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി വെളിപ്പെടും. സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഒരു എളിയ ദൈവദാസൻ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഭയത്തോടെ ഈ പുൽപ്പുറ്റി എന്ന് ചോദിക്കട്ടെ, ഇന്ന് പകൽ ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും നിന്റെ ജീവിതത്തിനകത്തുണ്ടോ? പ്രിയരെ, നാട്ടുകാരെ കാണിക്കാൻ കഴിയും, പാസ്റ്ററെ പറ്റിക്കാൻ കഴിയും. പാസ്റ്റർ കാണിച്ചാൽ ഷേക്കൻഡ് നിന്ന് പ്രൈസ് ദി ലോർഡ് പറഞ്ഞു വിടും. നോ നോ നോ, ദൈവത്തെ കളിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് നിങ്ങളെ കളിപ്പിക്കാൻ കഴിയും, പക്ഷെ എൻ്റെ ദൈവത്തെ എനിക്ക് കളിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്നെ കളിപ്പിക്കാൻ കഴിയും, പക്ഷെ ദൈവത്തെ കളിപ്പിക്കാൻ കഴിയില്ല. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് ദൈവം വച്ച ദൈവകൃപ വിട്ട്, ദൈവത്തിൻ്റെ ദർശനം വിട്ട്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് വിട്ട് ഓടുന്ന വ്യക്തിയാണോ ഇന്ന്? എത്ര പ്രാർത്ഥിച്ചിട്ടും കുടുംബജീവിതത്തിനകത്തൊരു സ്വസ്ഥതയില്ലെങ്കിൽ, എത്ര കാത്തിരുന്നിട്ടൊരു തലമുറയുടെ നന്മ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, എത്ര പ്രാർത്ഥിച്ചിട്ടും നിന്റെ ഉദരം തുറന്നു വരുന്നില്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധി കരയുക, എൻ്റെ കർത്താവേ, ദൈവിക വ്യവസ്ഥ വിട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാനൊന്ന് മടങ്ങി വരാൻ തയ്യാറാണ്. ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു ഉറപ്പ് ഞാൻ പറയാ, ഇന്ന് പകൽ ദൈവമില്ലാത്ത പടകിനേക്കാൾ, ദൈവമില്ലാത്ത കപ്പലിനേക്കാൾ ദൈവമുള്ള പടക് വലുതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ലോകത്തിൻ്റെ മുമ്പ് കപ്പൽ വലുതാണ്, അത് ചൂളമിട്ട് വരുമ്പോൾ കാണാൻ ഭംഗിയാണ്, പക്ഷെ അതിൻ്റെ അത്ര വലിപ്പം പടകിനില്ല. എൻ്റെ അരിമനാഥന് ശിഷ്യന്മാരെ സഞ്ചരിച്ച പടകിനില്ല, പക്ഷെ ആ പടക് ചെറുതാണെങ്കിലും അതിൽ ദൈവമുണ്ട്. അവന്റെ അമരത്ത് ദൈവമുണ്ട്, അവന്റെ അമരത്ത് ദൈവമുണ്ട്. ജോന കയറിയപ്പോൾ അവൻ കപ്പൽ വലുതാണ്, പക്ഷെ അവന്റെ പ്രത്യേകം അതിൽ ദൈവമില്ല. സ്നേഹിതാ, നിന്റെ വീട് വലുതാണോ നല്ല വിഷയം, നിന്റെ കയ്യിലെ നന്മ വലുതാണോ നല്ല വിഷയം, അതിൽ ദൈവം ഉണ്ടോ എന്നതാണ് വിഷയം. നിന്റെ വീട്ടിന്റെ മുൻപിൽ യേശു വീട്ടിന്റെ നായകനെന്ന ലേബൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ എന്നല്ല വിഷയം. ദൈവം നിന്റെ കൂടാരത്തിനകത്തുണ്ടോ എന്നതാണ് വിഷയം. നീ ദൈവഹിതമെന്ന് പറഞ്ഞു പോകുന്ന, എനിക്ക് സ്വന്തമാക്കണമെന്ന് കരുതുന്ന,
ഈ ലെവലിൽ എത്തിച്ചേരണമെന്ന് കരുതുന്ന ആ ഉയർച്ചകളുടെ കൂടെ ദൈവമുണ്ടോ? ദൈവമുണ്ടോ? നിന്റെ കൂടാരത്തിനകത്ത് ദൈവമുണ്ടോ? നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത് ദൈവമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോടൊന്ന് പറ, കർത്താവേ, എന്നെ കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിയുന്നതിന് മുമ്പ്, ന്യായവിധിയുടെ മത്സ്യം എന്നെ വിഴുങ്ങുന്നതിന് മുമ്പ്, എൻ്റെ ദൈവത്തിന് എന്നെ ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ കഴിയും, എൻ്റെ കുടുംബത്തെ ഒന്ന് പണിയാൻ കഴിയും. ചിലരെ കണ്ടിട്ടില്ലേ പ്രിയരെ? ജീവിതമെല്ലാം തകർന്ന് എല്ലാം തകർന്നു. നാട്യവിശേഷമായി ദൈവസന്നിധി വന്ന് നിന്ന് കരയുന്നവരുണ്ട്. വൈ ഇറ്റ് ഹാപ്പൻഡ്? എന്തുകൊണ്ട് സംഭവിച്ചു? ദൈവം കൽപ്പിക്കാത്ത യാത്രകൾ സഞ്ചരിച്ചു. ദൈവം കൽപ്പിക്കാത്തത് ജീവിതത്തിൽ ചെയ്തു. ദൈവം കൽപ്പിക്കാത്ത വഴികളിലൂടെ നടന്നു. ആരെ കുറ്റം പറയാൻ? ആരോട് പരാതി പറയാൻ? ഞാൻ ആരെയൊക്കെ ആത്മാവിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുക. നമുക്കൊരു യാത്രയുണ്ട്. ദൈവം വച്ചിരിക്കുന്ന പദ്ധതിയിലേക്കൊരു യാത്രയുണ്ട്. ദൈവിക വ്യവസ്ഥയിലേക്കൊരു യാത്രയുണ്ട്. ഈ ലോകത്തിൻ്റെ സകലതും നേടി വലിയ കപ്പലിനകത്ത് യാത്ര ചെയ്തിട്ട് യാത്ര മധ്യ കടലിൽ വീഴുന്നതിനേക്കാൾ യാത്രമധ്യ സമയം മത്സ്യത്തിന്റെ വാക്കകത്ത് ഇരുന്ന് രാവും പകമേ 3 രാവും പകല് മത്സ്യത്തിന്റെ വയറ്റിനകത്തിരുന്ന് തകർന്നു പോകുന്നതിനേക്കാൾ നല്ലവല്ലേ ദൈവം വച്ച പടക് കയറി മീനവേലയ്ക്ക് യാത്ര. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവാത്മാവിനോട് പറയാൻ പറഞ്ഞൊരു ദൂതുണ്ട്. പെരുങ്കാറ്റുകൾ വെളിപ്പെടുന്നു. ദൈവത്തെ മറന്ന് ജീവിക്കുന്ന കുടുംബങ്ങൾ, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധി നിലവിളിച്ച് വരുന്ന നാളുകൾ വെളിപ്പെടുന്നു. ഇന്ന് രാത്രി ഈ പകൽ ആത്മാവിൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബം അതിലൊന്നാകാതിരിക്കാൻ നമ്മുടെ യാത്രകൾ ദൈവിക നിയോഗത്തിലേക്കാകണം. കുഞ്ഞേ, സേഫ് സോണിനകത്ത് ജീവിക്കാനല്ല നിന്നെ ദൈവം വിളിച്ചത്. തർസീസിൽ പോയിട്ട് കപ്പലിലുള്ള മണ്മ ഭക്ഷിച്ച് തീർക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് പകൽ കേട്ടോ, യോനെ, നീ നിനവേലേക്ക് പോയാൽ ഒരു വ്യക്തിയല്ല മാനസാന്തരപ്പെടുന്നത്. ഒറ്റ പ്രസംഗത്തിൽ ഒരു രാജ്യത്തിന് ഉദ്ധാരണമുണ്ടാകും. ഒറ്റ പ്രസംഗത്തിൽ ഒരു രാജ്യം മാനസാന്തരത്തിലിറങ്ങും. ഒറ്റ പ്രസംഗത്തിൽ ഒരു രാജ്യം ദൈവത്തിലേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, ആര് പ്രാർത്ഥിച്ചിട്ടും മാറാത്ത കൊടുങ്കാറ്റ് നിന്റെ കൂടാരത്തിലുണ്ടോ? എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത വിഷയം നിന്റെ കൂടാരത്തിലുണ്ടോ? എത്ര ഉപവസിച്ചിട്ടും മാറാത്ത വിഷയങ്ങളുണ്ടോ? ഇന്ന് പകൽ എഴുതിയിട്ടോ. ഇത് നീ മാറണമെങ്കിൽ നീ മടങ്ങി വരണം. മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. മടങ്ങി വന്നാൽ ഈ കപ്പലെത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കും. നിന്റെ കുടുംബമാകുന്ന പടകെത്തിക്കേണ്ടടുത്ത് എത്തിക്കും. നിന്റെ തലമുറ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. അവർ ചെയ്ത് തീർക്കേണ്ട നിയോഗം അവരെ കൊണ്ട് തന്നെ ദൈവം ചെയ്ത് തീർപ്പിക്കുക. അവൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്നൊരു ക്രൂസൈഡിനകത്ത് പോൾ തങ്കയ്യപ്പാസ് പറഞ്ഞൊരു പ്രസംഗമുണ്ട്. കർത്താവേ, ഞാൻ ഉപയോഗശൂന്യമാകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഉപയോഗിക്കണേ. ഇന്ന് പകൽ ആർക്കും വേണ്ടാകുന്നതിന് മുമ്പ്, നീ മണ്ണിനടിയിലാകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് ഉപയോഗിക്കേണ്ട സമയത്ത് നിന്നെ ഒന്ന് ഉപയോഗിക്കട്ടെ. ഇന്ന് പകലൊന്ന് പറയാമോ, കർത്താവേ, ഞാൻ തകർന്നു പോകുന്നതിന് മുമ്പ്, ഞാൻ ഈ ലോകത്തുനിന്ന് യാത്ര ചെയ്യുന്നതിന് മുമ്പ്, എന്റെ ഈ മരുഭൂയാത്ര അവസാനിക്കുന്നതിന് മുമ്പ്, ഞാൻ തകർന്നു പോകുന്നതിന് മുമ്പ്
ഞാൻ ഉപയോഗശൂന്യമാകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. നീ എത്തിക്കേണ്ടടുത്ത് എന്നെ എത്തിക്കണമേ. മെറുത്തേട്ട പട്ടണത്തിന്റെ മുൻപിൽ ഞങ്ങളെ മെറുത്തണമേ. ഈ 2024 അവസാനത്തെ മാസത്തിൽ ഞങ്ങളെ എത്തിക്കേണ്ട രാജ്യത്തിന്റെ ഒന്ന് പ്രാർത്ഥിക്ക്. ദൈവിക നിയോഗങ്ങൾ 2025 നിന്റെ കൂടാരത്തിന്റെ മേൽ വെളിപ്പെടോ. നീ ഉപയോഗശൂന്യമാകുന്നതിന് മുമ്പ് എന്റെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ. ഓ റിബാര ബലഘടക ദൈവിക നിയോഗത്തിലേക്ക് ശാരബാല ഭാരഘടക വേരധാര ഇവരകത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവിനോട് പറ, കർത്താവേ എന്റെ മേൽ വെളിപ്പെടേണ്ട നിയോഗത്തിന്റെ പുതപ്പ് മറ്റൊരാൾ ഏറ്റെടുത്ത് ചെയ്യാൻ ഇടവരുത്തരുത്. ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷ, ഞാൻ ജീവിച്ചു തീർക്കേണ്ട ജീവിതം മറ്റൊരാൾ ജീവിക്കേണ്ട ഇടവരുത്തരുത്. ആമേ, മറ്റൊരു വ്യക്തി നിയോഗം വഹിക്കേണ്ട ഇടപെടരുത്തരുത്. ഞാൻ ചെയ്തു തീർക്കേണ്ടത് ഞാൻ തന്നെ ചെയ്തു തീർക്കാം. എന്നിൽ വെളിപ്പെടുന്ന പാപത്തിന്റെ കറകളെ കഴുകിക്കളഞ്ഞ് ഈ പകൽ എന്നിൽ വെളിപ്പെടേണ്ട ദൈവശക്തി സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഒറ്റ പ്രസംഗം ഒരു രാജ്യം മാനസാന്തരപ്പെട്ടു. രട്ടിലും വെണ്ണീരിലും ഇരുന്ന് അവർ കരയാൻ തുടങ്ങി. പ്രിയരെ, ജോനെ ഉപയോഗിക്കേണ്ടടുത്ത് അവൻ മടങ്ങി വന്നതുകൊണ്ട് അവനെ ഉപയോഗിച്ചു. എൻ്റെ ചോദ്യം ദൈവദാസനെ, ജോന മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ആ മത്സ്യം അവനെ തീർത്തനെ. പക്ഷെ എൻ്റെ ദൈവം അവിടെ വേറൊരു ജോനെ എഴുന്നേൽപ്പിക്കത്തില്ലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു 100 കണക്കിന് ജോനമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിനവേ പട്ടണം മടങ്ങി വരും. ആർക്കാ നഷ്ടം? ജോനയ്ക്കാ നഷ്ടം. ഇന്ന് പകൽ ആരും ചിന്തിക്കരുത് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പാസ്റ്റർക്കാ നഷ്ടമെന്ന്, നിങ്ങൾ പള്ളി വന്നില്ലെങ്കിൽ പാസ്റ്റർക്കാ നഷ്ടമെന്ന്, നിങ്ങൾ താമസിച്ച് കയറി വരുമ്പോൾ പാസ്റ്റർക്കാ നഷ്ടമെന്ന്. അത് നിങ്ങൾക്കാ നഷ്ടം, അത് നിങ്ങൾക്കാ നഷ്ടം. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നിങ്ങളുടെ തലമുറകളെ ദൈവകൃപയിൽ നിർത്തിയില്ലെങ്കിൽ, സൺഡേ സ്കൂൾ പഠിപ്പിച്ചില്ലെങ്കിൽ, ദൈവിക വ്യവസ്ഥയിൽ നിർത്തിയില്ലെങ്കിൽ ആർക്കാ നഷ്ടം? നിനക്കാ നഷ്ടം. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷ ഒന്നുപോലും കുറയാതെ എനിക്ക് ചെയ്തു തീർക്കണം. അത് ചെയ്തു തീർക്കണം. അങ്ങ് എത്ര കാലം വച്ചാലും, എത്ര കാലം കുറഞ്ഞാലും കൂടിയാലും ഞാൻ ചെയ്യേണ്ടത് മുഴുവനും ഞാൻ തന്നെ ചെയ്തു തീർക്കണം. എൻ്റെ ജീവിതത്തിൽ വരുന്ന നിയോഗങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്ന, ജീവിതത്തിൻ്റെ മുൻപിൽ വരുന്ന തർശീസുകളെ എൻ്റെ മുൻപിൽ നിന്ന് നീക്കാനുള്ള കൃപ തരണമേ. പ്രിയരെ, ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? അയ്യോമേ, എൻ്റെ ജീവിതത്തിനകത്ത് എന്നെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില തർശീസുകൾ എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് മാറ്റണേ. എത്ര ഉയർച്ചയുള്ള കപ്പലുകളായാലും എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് മാറ്റണേ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ, എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. ഇന്ന് പകൽ ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഓ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. വേറൊന്നുമല്ല. നിന്റെ നിയോഗത്തുനിന്ന് അകറ്റുന്നതെന്തും നിന്റെ ജീവിതം വിട്ടു മാറ്റണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? അഭിനയിക്കരുത്. ദൈവസന്നിധിയിൽ ഒന്ന് വിശ്വസ്തയോടൊന്ന് പ്രാർത്ഥിര. വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇരിപ്പുണ്ട്. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടയിട്ട്. വലിയ അന്യഭാഷയൊന്നും വേണ്ട. ദൈവത്തോടൊന്ന് പ്രാർത്ഥിര.
അപ്പാ, നിന്റെ നിയോഗത്തിൽ നിന്ന് അകറ്റുന്നതെന്തും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണേ. അതെത്ര വലിയ കപ്പലിലുള്ള നന്മയായാലും, എത്ര വലിയ തർസീസായാലും എനിക്ക് വേണ്ട. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ ആയുസ്സെന്ന് തീരുമെന്ന് എനിക്കറിയില്ല. 70 ഏറെയായാൽ 80. അതിനു മുമ്പ് അങ്ങ് വച്ചിരിക്കുന്ന കരയാൻ കഴിയുമെങ്കിൽ കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കുക. കരയാൻ കഴിയുമെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. ചിലത് ഇന്ന് പകൽ മടങ്ങി വരിക. ദൈവാത്മാവ് ഈ വചനത്താൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ആരെയും നോക്കരുത്. ചില കൊടുങ്കാറ്റുകൾ നിന്റെ കൂടാരത്തിന് മുമ്പ് വെളിപ്പെടാൻ ഇതിനു മുമ്പ്, ന്യായവിധിയുടെ വാൾ വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ ഉപയോഗശൂന്യമാകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഉപയോഗിക്കണേ, എന്നെ ഒന്ന് ഉപയോഗിക്കണേ. ഞാൻ വച്ച ശുശ്രൂഷ നീ എന്നെക്കുറിച്ച് കണ്ടത്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് കണ്ടത്, എൻ്റെ കുടുംബം നേടിയെടുക്കണം. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുക. ചില കണ്ണുകൾ ഇതിനകത്ത് നിറഞ്ഞൊഴുകുന്നുണ്ട്. ദൈവം നിന്നോട് ഇടപെടുക. കടലിൻ്റെ ആഴത്തട്ടിലേക്ക് വീഴുന്നതിന് മുമ്പ്, ഒരു മനുഷ്യന് സഹായിക്കാൻ ഇല്ലാത്ത ഇടത്തിലേക്ക് വീഴുന്നതിന് മുമ്പ്, ആരാലും സഹകരിക്കാൻ കഴിയാത്ത കടലിൻ്റെ തീവ്രതയിലേക്ക് വീഴുന്നതിന് മുമ്പ് അപ്പനോട് പറപ്പാ, ഞാൻ മടങ്ങി വരിക. ഒരു മനുഷ്യനും രക്ഷിക്കാൻ കഴിയാത്ത, ഒരു വ്യക്തികൾക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടും അവന് മുമ്പ് ന്യായവിധിയുടെ എന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ മടങ്ങി വരിക, ഞാൻ മടങ്ങി വരിക. 2024 എത്രയോ പ്രാവശ്യം എൻ്റെ അങ്ങ് നൽകിയ നിയോഗം വിട്ട് ഞാൻ പോയി. എൻ്റെ കുടുംബം പോയി. ഇന്ന് പകൽ ഞാൻ മടങ്ങി വരിക. ഞങ്ങൾ മടങ്ങി വരികയാണപ്പം. സഭയായി ഞങ്ങൾ മടങ്ങി വരിക. കുടുംബപരമായി ഞങ്ങൾ മടങ്ങി വരിക. വ്യക്തി ആളാമൃതിയായി ഞങ്ങൾ മടങ്ങി. ഞങ്ങളൊന്ന് ഉപയോഗിക്കണേ. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുക. അവിടെ തീരുമാനത്തിൻ്റെ മുൻപിൽ സ്വർഗം തുറന്ന ബിനായ് മമ്മി, മകത്വം ഇറങ്ങിയ ബിനായ് മമ്മി, യേശുവിൻ നാമത്തിനെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാമോ? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തോട് പറ, കർത്താവേ, നിന്റെ നിയോഗം വിട്ട് ചലിക്കാൻ ഇടവരുത്തരുത്. നിന്റെ വ്യവസ്ഥ വിട്ട് ചലിക്കാൻ ഇടവരുത്തരുത്. അങ്ങ് തന്ന കാഴ്ചപ്പാടോ ദർശനോ വിട്ട് ചലിക്കാൻ ഇടവരുത്തരുത്. ദൈവസന്നിധിയിൽ എന്തെങ്കിലും നിന്നെ അകറ്റുന്നുണ്ടെങ്കിൽ, ദൈവകൃപയിൽ നിന്ന് എന്തെങ്കിലും നിന്റെ കൂടാരത്തെ അകറ്റുന്നുണ്ടെങ്കിൽ, ഒരു നിമിഷം ഒന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാമോ? ആത്മാർത്ഥമായി ഇന്ന് പകൽ ദൈവം ചിലതിനെ ഇടപെടുക.
ചില ദൈവം ചിലതിനെ സ്പർശിക്കുക. ഈ പകൽ നിന്റെ പകലാ. നിന്റെ കൂടാരത്തിനകത്ത് ദൈവ നിയോഗം ഇറങ്ങുന്ന പകലാ. നിന്റെ സഭയ്ക്കകത്ത് ദൈവിക നിയോഗം ഇറങ്ങുന്ന പകലാ. നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത് ദൈവിക നിയോഗം ഇറങ്ങുന്ന പകലാ. എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില പെരുങ്കാറ്റുകൾ ശാന്തമാകുന്ന പകലാ. ബട്ട് വൺ കണ്ടീഷൻ, ദൈവത്തിന് നിന്റെ മടങ്ങി വരവ് ആവശ്യമാണ്. ദൈവത്തിന് നിന്റെ തീരുമാനം ആവശ്യമാണ്. ആരാലും പരിഹരിക്കാൻ കഴിയാത്ത നിന്റെ വിഷയത്തെ പരിഹരിക്കുന്ന പകല. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ മാറ്റുന്ന പകല. തീരുമാനം ആവശ്യമാ. കൊടുങ്കാറ്റുകൾ വെളിപ്പെടുന്നതിന് മുമ്പ് നിനവേലേക്കുള്ള യാത്രയിലേക്ക് നമുക്കൊന്ന് കടക്കാമോ? എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാനിന്നു ബോധമായി എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാനിന്നു ബോധമായി ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട. കരവും സ്വർഗത്തിലേക്ക് ഉയർത്തിയാണ്. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഗീതം ചെയ്തോ നാം സുതനെ പോലെ. ഓ നിൻഗീതം ചെയ്തോ ഓ നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നു നിൻഗീതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻഗീതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാനിന്നു ബോധമായി എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാനിന്നു ബോധമായി ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമായി എണ്ണി നീ അറിയുള്ളൂ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമായി എണ്ണി നീ അറിയുള്ളൂ. ഒന്നാതിൽ നീലത്തു
ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായെന്നെ ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു എന്നെ തകർത്തിടാൻ താതനിഷ്ടമേ ഓ എന്നെ തകർത്തിടാൻ പറയാമോ താതനിഷ്ടമേ പൂർണ്ണമാകട്ടെ തൻകീനാമെന്നിൽ സമ്പൂർണ്ണമാകട്ടെ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ തീരുമാനത്തോട് പറയാട്ടെ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ നിൻഹിതം ചെയ്തോന നിൻ ശൂധനെ പോലെ നിൻഹിതം ചെയ്തോന നിൻ ശൂധനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ എൻ ദൈവമേ നിന്നിഷ്ടം ശബ്ദമുയർത്തി സ്വർഗ്ഗത്തിടുന്നേ ഞാനെന്നും ബോധമായ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായ എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ ശബ്ദമുയർത്തി സ്വർഗ്ഗങ്ങൾക്ക് എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ എന്നിൽ പൂർണ്ണമാക്കണേ സ്വർഗമേ ഇന്നു പകൽ ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ട അങ്ങയുടെ നിയോഗം വിട്ട് ചലിക്കാതെ അങ്ങയുടെ വിയോഗം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ജീവിപ്പാനുള്ള കൃപ തരണമേ അങ്ങ് നിനവയിലേക്ക് പോകാൻ പറഞ്ഞാൽ നിനവയിലേക്ക് തന്നെ യാത്ര ചെയ്യാൻ ആഴമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ
ഈ ഹാളിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ, ഓരോ കുടുംബങ്ങളുടെ മേൽ ഇന്നു പകലാഴമായി ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവനിയോഗത്തിൽ ചലിക്കുന്നവരായി മാറട്ടെ. പട്ടണങ്ങളെ പിടിക്കാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന നിയോഗങ്ങൾക്കൊത്തവണ്ണം ചലിപ്പാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. മഹത്വമെല്ലാം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിനെ. ആമേൻ. ദൈവസന്നിധിയിൽ തോന്നിയിരിക്കാമോ? കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ? ദശാംശമായി, വഴിപാടായി, നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെ ഒന്ന് കരങ്ങളിലെടുക്കാമോ? ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിങ്ങിൽ ഓഫറിങ്ങുകൾ നിക്ഷേപിക്കാവുന്നതാണ്. ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ നീ കാണുന്നു. ഇല്ലായ്മയുടെ നടുവിൽ ഞങ്ങൾ വിതയ്ക്കുകയാണ്. ഓൺലൈനായി ഓഫ്ലൈനായി ഓഫറിങ്ങുകൾ നിക്ഷേപിക്കുന്നവരെ നീ കാണുന്നല്ലോ. 1000 മടങ്ങ് കൊയ്യുവാൻ സ്വർഗം ഇടവരുത്തണം. ഞാൻ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിനെ. ആമേൻ, ആമേൻ. കൺകളെ മൂടാമോ? ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? സ്വർഗീയമല്ല കർത്താവേ, ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ച അങ്ങയുടെ സ്നേഹം വലുത്, അങ്ങയുടെ വിശ്വസ്തത വലുത്. അങ്ങാണ് ഞങ്ങളെ ഇത്രത്തോളം നിലനിർത്തിയത്. ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുകയാണ്. ദൈവിക നിയോഗത്തിനകത്ത് ചലിപ്പാനിട വരുത്തണമേ. ഒരിഞ്ചിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വണ്ണം ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപയുടെ ആഴം ഈ പകൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടതിനായി നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന പദ്ധതി എന്തോ അതിലേക്ക് ചലിപ്പാൻ ഇന്ന് പകൽ ഞങ്ങൾ തന്നെ സറണ്ടർ ചെയ്യുകയാണ്. ഇന്ന് കേട്ട വചനവും പ്രവചനവും അയച്ച് ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. പിരിയാത്ത ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം. മഹത്വത്താൽ മൂടും പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ആശീർവാദം